അയ്യോ ഇനി എന്റെ മോനെ എവിടെ പോയി കണ്ടുപിടിക്കും? കുട്ടുമോനെ എങ്ങനെ കണ്ടുപിടിക്കും? അമ്മ അമ്മ വിഷമിക്കണ്ടമ്മേ, നമുക്ക് എവിടെയെങ്കിലും നോക്കാം. നിങ്ങൾ വിഷമിക്കണ്ട, ഞാനൊരു പരിഹാരം കാണാം. മോഹിനി, മോഹിനി, നിന്നോട് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. കുട്ടുമോന്റെ കാര്യമാണോ? മോഹിനി എങ്ങനെ കാണാനാ? വിരോധം അല്ലെങ്കിൽ വിഷ്ണു ഒന്ന് അപ്പുറത്തോട്ട് മാറി നിൽക്കാവോ? എനിക്കെങ്കിൽ ചില കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു മോഹിനിയോട്. ഞാൻ കേൾക്കാതിരിക്കാൻ മാത്രം എന്ത് മോഹിനിയോട് ചോദിക്കാനുള്ളത്? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. ശരി, ഞാനൊന്ന് അപ്പുറത്ത് പോട്ടെ. പറ മോഹിനി, നീ എന്താ കുട്ടുമോനെ ചെയ്തത്? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. അയ്യോ എന്റെ കുട്ടുമോൻ ഈ യക്ഷൻ വല്ലതും ചെയ്തോ? നീ മര്യാദയ്ക്ക് പറയുന്നുണ്ടോ മോഹിനി? നിന്നെ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ശാപിച്ചിടും. ഞാൻ പറയാം. കുട്ടുമോനെ വടക്കേ തളത്തി കിടപ്പുണ്ട്. അയ്യോ എന്റെ മോൻ എന്തെങ്കിലും പറ്റിയോ? വിഷമിക്കണ്ട, വിഷമിക്കണ്ട. ഈ മോഹിനി കുട്ടുമോനെ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കും തിരുമേനി. നീ എന്തെങ്കിലും ചെയ്തിരുന്നോ കുട്ടുമോനെ? ഞാൻ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നമുക്കിന്ന് പെട്ടെന്ന് വടക്കേ തളത്തിലോട്ട് പോകാം. നീ എന്നാ പൊക്കോ മോഹിനി. ജോത്സ്യ എന്റെ മോനെ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ഇവരാണോ? വാ, വേഗം പോയി നോക്കാം. അയ്യോ കുട്ടുമോനെ, അവന് പോകുന്നില്ല തോന്നുന്നു. എഴുന്നേറ്റ് എഴുന്നേറ്റ്. മോനെ നിനക്ക് എന്താണ് പറ്റിയത്? അയ്യോ ഞാനിത് എവിടാ? ഞങ്ങളുടെ കൊട്ടാരത്തിലാ. എടാ കുട്ടുമോനെ നീ എഴുന്നേറ്റടാ. അമ്മേ. മോനെ മോൻ കരയണ്ട, ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയില്ലേ? എടാ നിനക്കെന്താ പറ്റിയത്? എന്നെ യക്ഷി പേടിപ്പിച്ചു. യക്ഷി പേടിപ്പിച്ചോ? ഞാൻ എപ്പോഴും തോറ്റില്ലേ ജോത്സ്യരെ? യക്ഷിയോട് ഞങ്ങൾ എങ്ങനെ താമസിക്കുമെന്ന്? യക്ഷി എങ്ങനെ പേടിപ്പിച്ചത് മോനെ? മുടി അഴിച്ചിട്ട് വേറൊരു രൂപം. അന്ന് നമ്മൾ കൊട്ടാരത്തിൽ വന്നപ്പോ കണ്ടില്ലേ? അതേ രൂപം തന്നെ എടുത്തു. ആണിക്കാണെങ്കിൽ ജോത്സ്യർ അഞ്ഞ് യക്ഷി ആവാഹിച്ച് വെച്ചേക്കൊല്ലേ, പിന്നെ എങ്ങനെ അവർ ആ രൂപം എടുത്തത്? ജോത്സ്യർ പറഞ്ഞു ഇനി അവർ ആ രൂപത്തിൽ വരത്തില്ലെന്നല്ലേ പറഞ്ഞത്? കന്യയുടെ രൂപത്തിൽ നിൽക്കത്തുണ്ടെന്നല്ലേ പറഞ്ഞത്? അത് പേടിക്കണ്ടാരും കേട്ടോ. ആ രൂപ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്തു പറഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവർക്കാണെങ്കിൽ അതിനുള്ള ശക്തിയില്ല. അവർ ആ രൂപ ഇടയ്ക്കൊക്കെ എടുക്കും. അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ അവർക്കൊന്നും ചെയ്യാനുള്ള ശക്തിയില്ല. നേരത്തെ അങ്ങനെ അല്ലായിരുന്നല്ലോ. ആ പനിക്കകത്ത് കിടന്നിട്ടെങ്കിൽ ഓരോരുത്തരെ അവർ കൊല്ലുമല്ലായിരുന്നോ? അങ്ങനൊന്നും ചെയ്യുന്നില്ലല്ലോ ഇപ്പോഴും. അവർ ആ രൂപ എടുക്കുന്നില്ലേ ഉള്ളൂ. അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്തായാലും ജോത്സ്യർ അവർ ആ രൂപം എടുത്തു കഴിഞ്ഞാൽ പിള്ളേർ പേടിക്കുന്നില്ലയോ? അത് അവളോട് പറഞ്ഞു വിലക്കാനേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ രൂപ അവൾ ഇടയ്ക്കൊക്കെ എടുക്കും. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല മക്കളെ. നിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. അതെ അതെ മക്കളായ നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടത് കേട്ടോ. നിങ്ങളാണെങ്കിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാനാണെങ്കിൽ ആണി നിറച്ചു വെച്ചേക്കുന്ന ആ കൊട്ടാരത്തിനകത്തില്ലയോ, അവർ ആ മുറികളിലൊന്നും കയറാൻ പാടില്ല. അവരെ പുറത്തുള്ള മുറികളിൽ അവർക്ക് അനുവദിച്ചിട്ടുണ്ടല്ലോ, ആ മുറികളിൽ നിൽക്കാൻ പാടുള്ളൂ കേട്ടോ. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എനിക്കിട്ട് കോള് വരുന്നു, മിണ്ടായിരിക്കണം എല്ലാവരും. ഹലോ, ജോത്സ്യര് തന്നെ. എന്ത് വേണം? ചെമ്പകപ്പാറ കിട്ടുമായിരുന്നു. അയ്യോ എനിക്കാണെങ്കിൽ ഇപ്പൊ ഇനി 1-2 മാസത്തേക്ക് ഞാൻ ഇനിയിപ്പം ഒരു വേറെ യാത്രയില്ല. അയ്യോ അത്രയ്ക്ക് എമർജൻസിയോ? ഇതാണെങ്കിൽ ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്ത് 2 ദിവസത്തേക്ക് മാത്രമോ? ശരി ശരി. ഓക്കെ ഓക്കെ. എനിക്കാണെങ്കിൽ ഇപ്പൊ ചെമ്പകപ്പാറന്ന് ഒരു കോള് വന്നതേ. അവിടെ ആണെങ്കിൽ ഒരു പ്രേതത്തിന്റെ ഒരു ഭയങ്കര ശല്യം. പ്രേതം കൊണ്ട് അവർക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവരെങ്കിൽ 2 ദിവസത്തേക്ക് ഇങ്ങനെ ചെന്നൊന്ന് ഒഴിപ്പിച്ചു കൊടുക്കാൻ പറയുന്നു. കൊല്ലാനുള്ള ശക്തിയൊന്നും ഇല്ല. ആ യക്ഷിയെ ആവാഹിച്ചിട്ട് ഞാനാണെങ്കിൽ ആ ആണിക്കകത്ത് തറച്ച് ആ മുറിക്കകത്ത് വെച്ചേക്കില്ലേ. പിന്നെ എങ്ങനെ അവള് നിങ്ങളെ കൊല്ലും? ആ മുറിക്കകത്ത് കയറി ആണി മുരാതിരുന്നാൽ മാത്രം മതി കേട്ടോ. നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. 2 ദിവസം കൊണ്ട് ഞാൻ പോയിട്ട് വരാം കേട്ടോ. എന്നാലും ജോത്സ്യര് പോകുന്നു കേട്ടപ്പോ ഞങ്ങൾക്കൊരു പേടി. ജോത്സ്യരുള്ളത് ഞങ്ങൾക്കൊരു ധൈര്യമായിരുന്നു. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് എത്താം. എന്നാ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങുവാ. ജോത്സ്യരൊക്കെ ഇവിടുന്ന് പോവല്ലേ? എങ്ങനെയെങ്കിലും ആ കൊട്ടാരത്തിനകത്ത് കയറണം. മോഹിനി, വിഷ്ണുജിയോ? കറികൾ എന്തൊക്കെ ഉണ്ടാക്കി? ഇങ്ങനെ പിന്നെ വന്നല്ലോ പഞ്ചാര എടുക്കാന്. എന്തൊരു പഞ്ചാര ഇങ്ങനെ. എന്താ മോഹിനി അങ്ങ് തിരിഞ്ഞു കളഞ്ഞത്? ഒന്നുമില്ല. ഒരു ഐഡിയ പ്രയോഗിക്കാം. ഇയാളെ ഒന്ന് സോപ്പിടാമെങ്കിൽ എനിക്ക് അങ്ങ് കൊട്ടാരത്തിനകത്ത് കയറാം. വിഷ്ണുജിയുടെ വൈഫ് എവിടെ? എന്റെ ഭാര്യ ജയ്പൂരില്ല, രാജസ്ഥാൻ. അറിയില്ലേ? അവിടെ ഒന്ന് ജോലി ചെയ്യും അവള്. അവളിപ്പോ പോയിട്ടാണെങ്കിൽ 2 വർഷമായി. ഇനിയിപ്പോ 2 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരത്തുള്ളൂ. മോഹിനിയുടെ കാല് തറയിൽ ഉറച്ചിട്ടില്ലല്ലോ. അതോ, ഞാൻ നേരത്തെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹൈ ജമ്പിനും ലോങ് ജമ്പിനും ഒക്കെ ചേരുമായിരുന്നു. അപ്പൊ ആണെങ്കിൽ പ്രാക്ടീസ് ഉണ്ട്. അതിന് ഹൈ ജമ്പിനും ലോങ് ജമ്പിനും ഒക്കെ അങ്ങ് പറന്നു പോത്തല്ലേ ഉള്ളൂ. ഇങ്ങനെ നിക്കത്തില്ലല്ലോ വായുവില്. അങ്ങനെ ശീലിച്ച് വായിൽ അങ്ങ് നിൽക്കാൻ അറിയാം. മോഹിനി വയ്ക്കുന്ന കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എന്താ വിഷ്ണുജിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി? ഇന്ന് ഞാനത് ഉണ്ടാക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തീയല് മോരും. ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കോമ്പിനേഷൻ. അതൊന്നും ഉണ്ടാക്കൂ. പിന്നെ മാങ്ങച്ചാറാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ കൂട്ടത്തിൽ മുറ്റത്താണെങ്കിൽ മാവ് നിൽപ്പട്ടല്ലോ. മാവ് നിറയെ മാങ്ങയല്ലേ. ഞാൻ മാങ്ങ പറിച്ചു തരാം. മോഹിനി മാങ്ങച്ചാർ കൂടെ ഒന്ന് ഇട്. പഴുത്ത മാങ്ങ ആണെങ്കിൽ കിഴക്കേ മുറ്റത്ത് നിൽപ്പുണ്ട്. അവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ മാങ്ങ നിൽക്കുന്നത്. അറിഞ്ഞു നിൽക്കുമോ പഴുത്ത മാങ്ങ? അത് ഞാൻ പറിച്ചു തരാം. ഞാൻ ഈ വേസ്റ്റ് ഒക്കെ എടുത്ത് കളയുമായിരുന്നു. അമ്മ എന്തിനു ജോലിയൊക്കെ ചെയ്തത്? ആ വേലക്കാരി യക്ഷി എങ്ങനെ ജോലിയൊക്കെ ചെയ്തോളത്തില്ലയോ? എല്ലാ ജോലി ആ യക്ഷിയെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാലേ അവർക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഞാൻ കാര്യം സ്വരൂപം എടുക്കും. പിന്നെ
അമ്മയാണെങ്കിലേ ഒരു കാര്യം അറിഞ്ഞോ? എന്താ എന്താ മോളെ? അമ്മ വിഷ്ണു എന്ന് പറഞ്ഞ ചേട്ടനില്ലേ, മിന്നുന്റെ അച്ഛൻ, എപ്പോ നോക്കിയാലും ആണെങ്കിൽ ആ യക്ഷിയുടെ പുറകെയാണല്ലോ. അയാളാണെങ്കിൽ ആളെത്തിട്ട് പഞ്ചാരയെന്ന് തോന്നുന്നു. നീ എന്തിനാ മോളെ അതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നത്? അയാൾക്ക് അറിയത്തില്ല അത് യക്ഷിയാന്നുള്ളത്. അവരെന്തായാലും യക്ഷിയാന്നേലും കാണാൻ നല്ല സുന്ദരിയല്ലേ, അതോടായിരിക്കും പുറകെ നടക്കുന്നത്. പക്ഷെ യക്ഷിയാന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ പൊന്നെ പറയണ്ട, അയാൾ ഇവിടുന്ന് പിന്നെ ജീവനും കൊണ്ട് സ്ഥലം വിടും. കുട്ടുപോലെ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. ഹായ്, എന്തുമാത്രം മാമ്പഴം നിൽക്കുന്നത്. എല്ലാം പഴുത്ത് നിറഞ്ഞു കിടക്കുവോ. ആ പിള്ളേരെ കണ്ടില്ലേ മാങ്ങ നിൽക്കുന്നത്? ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാങ്ങയാ, ഭയങ്കര ഇഷ്ടം എനിക്ക് ഈ മാങ്ങ, നല്ല ടേസ്റ്റാ. ഞാനെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് ഈ മാങ്ങ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ടല്ലേ മോഹിനിയെ കൊണ്ട് ഞാൻ ഇവിടെ വന്നത്. എന്നെ അത്രയ്ക്ക് ഇഷ്ടമുണ്ടോ? അതിനെന്താ വിഷമിക്കുന്നേ? മോഹിനിയോട് അത്ര ഇഷ്ടമുള്ളതല്ലേ ഞാൻ ഈ മാങ്ങ പറിച്ചു തരാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നേ. എനിക്ക് വിഷമം അതുകൊണ്ടല്ല, എന്നെ അത്ര ഇഷ്ടമുണ്ടായിട്ട് എന്താ എന്നെ കൊട്ടാരത്തിനകത്ത് കയറ്റാത്തത്? അയ്യോ, കൊട്ടാരത്തിനകത്ത് കയറ്റരുതെന്ന് ഞാൻ പറഞ്ഞതല്ലോ. നിങ്ങളുടെ കൂടെ വന്നാൽ ജോത്സ്യനല്ലേ പറഞ്ഞത് അങ്ങനെ കയറി കഴിഞ്ഞാൽ മോഹിനിക്ക് തന്നെ പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ലേ ഞാൻ കയറ്റാത്തത്. നിങ്ങൾ വേലക്കാരികളായതുകൊണ്ട് കൊട്ടാരത്തിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിൽ ശാപം കിട്ടുമെന്ന് പറഞ്ഞില്ലേ, ജോത്സ്യരല്ലേ പറഞ്ഞ അങ്ങനെ. മോഹിനിക്ക് ഈ ശാപം ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ കൊട്ടാരത്തിൽ കയറ്റാത്തത്. അതെന്താ വേലക്കാരികൾ കൊട്ടാരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ശാപം കിട്ടേണ്ട കാര്യം എന്താ? നിങ്ങളുടെ ജോത്സ്യർ തന്നെയല്ലേ പറഞ്ഞത്, നിങ്ങളുടെ ആചാരങ്ങളാണെന്ന് അതൊക്കെ. പക്ഷെ ജോത്സ്യരാണെങ്കിൽ എന്റെ കൂടെ വന്നവരോടാണെങ്കിൽ പറയുന്നത് ഞാൻ കേട്ട്, അങ്ങനെ വെറുതെ പറഞ്ഞെന്ന് പറഞ്ഞ്. ചിലപ്പോ കൊട്ടാരത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല പറഞ്ഞു വേലക്കാരികളാണെങ്കിൽ കൊട്ടാരത്തിനകത്ത് കയറുന്നത്, അതുകൊണ്ട് അങ്ങനെ വെറുതെ പറഞ്ഞെന്ന് പറഞ്ഞു. ആണോ മോഹിനി? ജോത്സ്യരപ്പ എന്നോട് കള്ളം പറഞ്ഞായിരുന്നു ഇതൊക്കെ. അതെ. മോഹിനി കൊട്ടാരത്തിനുള്ളിൽ കയറുന്ന എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ, എനിക്കിതിന് ദേഷ്യം. അപ്പൊ എന്നെ ഇനി കൊട്ടാരത്തിനുള്ളിൽ കയറ്റുമോ? പിന്നെന്താ മോഹിനി, ഞാൻ ഇനി കൊട്ടാരത്തിനകത്ത് കയറ്റി എല്ലാ മുറികളും കാണിച്ചു തരാം. കിഴങ്ങ്, എന്റെ ആഗ്രഹം എന്തായാലും സാധിക്കും, കൊട്ടാരത്തിനുള്ളിൽ ഞാൻ കയറും. എന്താ മോഹിനി ഒറ്റയ്ക്ക് ഇന്ന് സംസാരിക്കുന്നേ? അതല്ല, ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, അയ്യോ എന്ത് നല്ല മനുഷ്യനാണെന്ന്. എന്നാ പിന്നെ നമുക്ക് ഈ മാങ്ങ എല്ലാം പറിച്ചു കഴിഞ്ഞിട്ട് നേരെ കൊട്ടാരത്തിലോട്ട് വിടാം. ആ ശരി വിഷ്ണുജി. ജോത്സ്യര് വരുന്ന വരെ ഒരു സമാധാനം ഇല്ലല്ലേ ചേച്ചി? അത് തന്നെ, 2 ദിവസത്തേക്ക് റിസ്കാ. അവള് വേണ്ട പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നു. നമുക്ക് അപ്പത്തിക്കുത്താനായിരിക്കും വിളിക്കാം. ആ കള്ള ജോത്സ്യർ എന്ന് വരും ചേച്ചിമാരെ. അയ്യെന്താ വിഷ്ണുജി എങ്ങനെ പറഞ്ഞേ? കള്ള ജോത്സ്യരോ? അല്ല, അയാൾ നാക്കെടുത്ത കള്ളത്തരല്ലേ പറയത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അയ്യോ എന്ത് കള്ളം പറഞ്ഞു? അയാൾ അതിനെ വെറുതെ മോഹിനിക്ക് എങ്കിൽ കൊട്ടാരത്തിനകത്ത് കയറാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞത്. അയ്യോ വെറുതെ പറഞ്ഞല്ലേ വിഷ്ണുജി, അത് കറക്റ്റ് കാര്യ. അങ്ങനെയാണെങ്കിൽ അവര് കയറി കഴിഞ്ഞാൽ അവർക്കാണെങ്കിലേ ശാപം കിട്ടും. അതൊക്കെ വെറുതെ പറയുന്ന അയാള്. ഞങ്ങൾക്കാണെങ്കിൽ ഇഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ മോഹിനി അകത്ത് കയറ്റാത്തത്. അയ്യോ അല്ല വിഷ്ണുജി. മോഹിനി നീ കയറുവാ. ഹായ്, എത്ര മനോഹരമായിരിക്കും ഈ കൊട്ടാരം കാണാൻ. അയ്യോ പണിവാളി, എന്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും നമ്മള്? ജോത്സ്യരമില്ലല്ലോ ഇവിടെ. മാറിക്ക് മുമ്പിന്ന്. എന്താ മോഹിനി നിന്റെ സ്വരം മാറിയത്? മാറിക്ക് പിള്ളേരെ അങ്ങോട്ട്. നീ ഇതെങ്ങോട്ട് മോഹിനി ദേഷ്യപ്പെട്ടു പോകുന്നത്? എന്നെ ഇവിടെ വ്യാവാഹിച്ച് തറച്ചു വെച്ചേക്കുന്നത് ഈ ആണി ഞാനിപ്പോ ഊരുവാ. അയ്യോ, ഞാൻ ഈ ആണി ഊരി. ഇവളെന്തൊക്കെയാ കാണിക്കുന്നത്? അയ്യോ യക്ഷി. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അയ്യോ ഇതാരാ? അമ്മ ഇത് യക്ഷിയായിരുന്നു അമ്മ ഇവിടെ വന്ന് വേലക്കാരി. എന്തായാലും ഞാൻ ഇവിടെ ഉള്ളവരെ ആരെയും കൊല്ലുന്നില്ല. ഞാൻ എന്റെ ആ പഴയ പനമരത്തിൽ തന്നെ പോവാ. അവിടെ കിടന്ന് തൂങ്ങിക്കിടന്നിട്ട് എല്ലാരും ഞാൻ കൊല്ലും. അയ്യോ ഓടിക്കോ. എന്താ എന്താ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നേ? ആ മോഹിനി യക്ഷിയായിരുന്നോ? അവര് പനമരത്തിലോട്ട് തന്നെ പോയി തിരിച്ച്. ഏത് പനമരത്തിലോട്ട്? ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള പനമരത്തിലോട്ട്. എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ വന്നത് യക്ഷിയായിരുന്നു, ഞങ്ങളുടെ കൂടെ വന്നതാ. അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ യക്ഷി ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്, ഞങ്ങൾ ക്ഷമിക്കണം. നിങ്ങളാക്കോ യക്ഷിയെ കൊണ്ട് ഇവിടെ വന്നതല്ലേ? എന്നിട്ട് നിങ്ങളൊരു വാക്ക് പറഞ്ഞു അത് യക്ഷിയാന്നുള്ള കാര്യം. ഒരു യക്ഷിയെ കൊണ്ട് വന്നിട്ട് ആ ജോത്സ്യരാങ്കി അപ്പോഴേ സ്ഥലം വിടുകയും ചെയ്ത്. ഈ ജോത്സ്യര് ഞങ്ങൾ ആരും നിങ്ങളെ പറ്റിച്ചതല്ല, ഞാൻ പറഞ്ഞില്ല കാര്യങ്ങളെല്ലാം. ജോത്സ്യരാണെങ്കിൽ ഇപ്പൊ അത്യാവശ്യമായിട്ട് പോയതല്ലേ, പക്ഷെ ഈ യക്ഷി ഇനി തളച്ചേ പറ്റത്തുള്ളൂ, ജോത്സ്യർ ഇവിടെ എത്തിയേ പറ്റത്തുള്ളൂ. എന്തൊരു കഷ്ടം പിടിച്ച കാര്യം അവന്റെ. ആ റാമാണെങ്കിൽ ഇന്നലെ വൈകിട്ട് കടയിൽ പോകുന്നത് ഞാൻ കണ്ടതേ ഉള്ളൂ. കുറെ നാളെങ്കിൽ യക്ഷിയുടെ ശല്യം ഒന്നും ഇല്ലാതിരിക്കുവായിരുന്നു. പിന്നെയും തുടങ്ങിയല്ലോ മനുഷ്യരെ കൊല്ലാന്. ഞാൻ വിഷ്ണുവിനെ കാണാൻ വന്നത് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിട്ടാ. ഞങ്ങളുടെ അവസ്ഥകളും കഥകളും എല്ലാം തന്നെ വിഷ്ണുവിന് അറിയാലോ. ആ യക്ഷിയാണെങ്കിൽ വീണ്ടും ആ പനമരത്തിൽ ഇരുന്നിട്ടാണെങ്കിൽ നാട്ടുകാരെ കൊന്നു തുടങ്ങി. അതിനിപ്പോ എന്ത് ചെയ്യാനാ? ആ യക്ഷിയുടെ ഒരേ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ കൊട്ടാരത്തിൽ താമസിക്കാന്നുള്ളതാ. പക്ഷേ എനിക്ക് ആ യക്ഷിയായിട്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. നമുക്കാണെങ്കിൽ ഇവിടെ ഒരു അമ്പലം പണിയാം ഈ കൊട്ടാരത്തിൽ. എന്നിട്ട് ഈ യക്ഷിയാണെങ്കിൽ ഇവിടെ നമുക്കങ്ങ് പ്രതിഷ്ഠിക്കാം. എന്താ? അവർ നാട്ടുകാരെ കൊല്ലുന്നത് അതോടുകൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേ. ഇവിടെ ഉള്ളവർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. ഒരിക്കലും ഇല്ല, ഇവിടെ ഉള്ളവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അമ്പലമല്ലേ പണിയുന്നത്. പിന്നെ ആണെങ്കിൽ ആരാധകരും ഒക്കെ വന്നോളും. അതോടുകൂടി അവർക്കാണെങ്കിൽ ശക്തിയാണെങ്കിൽ പ്രാപിക്കത്തേ ഉള്ളൂ. അതും നെഗറ്റീവായിട്ടുള്ളതല്ല, പോസിറ്റീവായിട്ടുള്ള ശക്തി.
അപ്പൊ എല്ലാവർക്കും അത് ഗുണകരമായിട്ടേ മാറത്തുള്ളൂ. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇവിടെ അമ്പലം പണിയാം. ശരി ശരി, മോഹിനിക്ക് വേണ്ടി എന്തായാലും അമ്പലം പണിയാം. ഇപ്പഴാ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് എന്തായാലും സമാധാനമായത്. ആ പനമരത്തിൽ നിന്ന് യക്ഷിയെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചല്ലോ. ഇങ്ങനെ ഒരു അമ്പലം പണിയാനുള്ള മനസ്സ് ഇവിടുത്തെ വിഷ്ണു കാണിച്ചല്ലോ, അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. മോഹിനിക്ക് വേണ്ടിയിട്ടല്ലേ ഒരു അമ്പലം ഇരിക്കട്ടെ. അമ്മ, ഈ യക്ഷി ഇനി ഇവിടെ ഇറങ്ങത്തില്ലയോ? ആ യക്ഷി കല്ലായിട്ട് മാറി മോളെ. അതിപ്പോ ഒരു വിഗ്രഹമാ, ഈ അമ്പലത്തിലെ വിഗ്രഹം. യക്ഷി ആയിരുന്നെങ്കിലേ കല്ലായിട്ട് മാറിയപ്പോ ഒരു വിഷമം പോലെ മനസ്സിന്. യക്ഷി എന്നെ അങ്ങനെ പേടിപ്പിച്ചെങ്കിലും നേരിട്ട് നീ കാണാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും എന്ന് കാണാം മോളെ, നമുക്ക് ഇവിടെ ഉണ്ടല്ലോ എന്തായാലും. ഇനിയിപ്പോ ഞങ്ങളുടെ നാട്ടുകാർക്ക് ആർക്കും പേടിക്കണ്ട, എല്ലാവർക്കും പേടിക്കാതെ ഇനി ആ പനമരത്തിൽ ചവിട്ടി കൂടെ പോകാം. പക്ഷേ വിഷ്ണു ചേട്ടന് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു. कभी आवाज़ नहीं कही